ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡെനീഷ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേരൻസുമൊത്ത് മൈസൂർ യാത്ര നടത്തിയതിലെ മലപ്പുറം ജില്ലയിലെ നാടുകാണി ചുരം മുതൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട് വരെയുള്ള യാത്രാ ദൃശ്യങ്ങളാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ടൗൺ കഴിയുന്നതോടെ നാടുകാണി ചുരം ആരംഭിക്കുകയായി. ഏകദേശം 75 കിലോമീറ്റർ സഞ്ചരിച്ച് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ കാനനപാതയിലൂടെയുള്ള യാത്ര വളരെ ഹൃദ്യവും ആസ്വാദ്യകരവുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 439 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന ഈ ചുരം റോഡ് നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ തിക്ക് ഫോറസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വനമേഖലയാണ്. കേരളത്തിലെ മറ്റ് ചുരം റോഡുകളെ അപേക്ഷിച്ച് മനുഷ്യവാസം നന്നേ കുറവാണ്. വൈകുന്നേരത്തോടെ മഞ്ഞിന്റെ പുതപ്പ് മൂടും. വെസ്റ്റേൺ ഗാട്സിലെ നീലഗിരി കുന്നുകളിൽ നിന്നും 23 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചുരം റോഡിൽ 6 മണിക്ക് ശേഷം വാഹന ഗതാഗതം തീരെ കുറവാണ്. ചുരം റോഡിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 7 മണിയോടെ ഞങ്ങൾ ഗൂഡല്ലൂർ ടൗണിലെത്തി. ഗൂഡല്ലൂർ മൈസൂർ റോഡിലൂടെ 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ തൊറപ്പള്ളി എന്ന സ്ഥലത്തെത്തി. രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അതിരാവിലെ 6 മണിക്ക് തന്നെ തൊറപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. തൊറപ്പള്ളിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണപ്പെടുന്നു. വാഹനങ്ങൾ പരിശോധന കഴിഞ്ഞ് 6 മണിക്ക് ശേഷമേ മുതുമല നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ ഈ റോഡിലൂടെ കടത്തിവിടുകയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കാറും മുതുമല നാഷണൽ പാർക്കിലേക്ക് പ്രവേശിച്ചു. അതിരാവിലെയുള്ള യാത്രയിലാണ് മൃഗങ്ങളെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 20 കിലോമീറ്ററോളം മുതുമല നാഷണൽ പാർക്കിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ചെറിയൊരു തുക പ്രവേശന ഫീസായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈടാക്കുന്നു. മുതുമല നാഷണൽ പാർക്കിലും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഹോൺ മുഴക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. നാഷണൽ പാർക്കിലൂടെയുള്ള 2 വരി പാത വൃത്തിയായി സൂക്ഷിക്കുന്നതിനാൽ സഞ്ചാരികളുടെ യാത്ര മികവുറ്റതാക്കുന്നു. ഏകദേശം 30 കിലോമീറ്റർ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ മൈസൂർ യാത്ര തുടർന്നു.